വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യേശു വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു പദം, ദൈവരാജ്യം എന്നൊരു പദത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു പറയുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു: അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വീണ്ടും കർത്താവ് പല സ്ഥലത്ത് ദൈവരാജ്യത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. മത്തായി 24:14 പറയുകയാണ്, എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതായത് എല്ലാ ജനതകളും ദൈവരാജ്യത്തിൻ്റെ ഒരു വർത്തമാനമാണ് അറിയാൻ പോകുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി 6, 9, 10 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നിടത്ത് പറയുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വീണ്ടും കർത്താവ് പറയാണ്, നിങ്ങളെല്ലാവരും ഈ ലോകത്തിൽ ഏതൊക്കെ ക്രിസ്ത്യാനിയുണ്ടോ ആ ക്രിസ്ത്യാനികളൊക്കെ ഒരു കാര്യം പ്രാർത്ഥിക്കാനുണ്ട്: ദൈവരാജ്യം വരണം. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? കർത്താവ് വേറൊരു സ്ഥലത്ത് ചോദിക്കും, നമ്മൾ കാണാം. മർക്കോസ് 4:30 നമ്മൾ കാണുകയാണ്, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും, എന്തുപമ കൊണ്ടതിനെ വിശദീകരിക്കും. അതായത് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ബൈബിളിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ഈ ഒരു പഠനം നമ്മളെല്ലാവരും ദൈവരാജ്യം എന്ന കൺസെപ്റ്റിനെ കുറിച്ച്, കർത്താവ് പഠിപ്പിച്ച സത്യത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം എന്ന സത്യം നമുക്ക് എത്ര പേർക്ക് അറിയാം? കർത്താവ് നമ്മളോട് എല്ലാവരോടും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ ഇവിടെ വരണം, അല്ലെങ്കിൽ ഇവിടെ നടപ്പിലാകണം. ദൈവരാജ്യം വരണമെന്ന, ദൈവത്തിൻ്റെ ഭരണം എസ്റ്റാബ്ലിഷ് ആകണമെന്ന മനോഹരമായ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറയുന്നതും, ആ പ്രാർത്ഥന നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ഉൾപ്പെടുത്തുന്നതുമാണ്. എന്നാലും ദൈവരാജ്യം എന്ന ആ മഹനീയമായ സത്യത്തെ നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ടാണ് ജീവിക്കുന്നത്? പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഏതാനും ലോകത്തിലെ രാജ്യങ്ങളൊക്കെ നൂറ്റാണ്ടുകൾ കൊണ്ടും സഹസ്രാബ്ദങ്ങൾ കൊണ്ടും രൂപഭേദം വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഭാരതമെന്ന വലിയൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഭാരതമെന്ന് പറയുന്ന ആ സംവിധാനം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി നമുക്ക് അറിവുള്ളതാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ വിദേശാധിപത്യത്തിൻ്റെ കീഴിൽ അതധികം ഉയർന്നു വരാതിരിക്കുകയും ആ സങ്കല്പം ഇല്ലാതെ ജീവിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് പിന്നീട് നമ്മൾ വിദ്യാഭ്യാസമുള്ള നമ്മളുടെ നേതാക്കന്മാരൊക്കെ നമ്മളെ ഭാരതം, ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത്. അഥവാ ആ രാജ്യത്തിലേക്ക്, ആ രാജ്യത്തിൻ്റെ വീണ്ടും സ്വാതന്ത്ര്യം നേടിയെടുത്തുകൊണ്ട് രാജ്യം പുനർനിർമ്മിക്കുവാനുള്ള ഒരു വലിയ ഒരു സമരമൊക്കെ നടത്തിയത് നമുക്കറിയാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ ഉദാഹരണം പറയുകയാണ്, എൻ്റെ പൂർവികർ താമസിച്ചിരുന്ന രാജ്യം അന്ന് അവരോട് ചോദിച്ചാൽ അവർ താമസിച്ചിരുന്നത് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തിലാണ്. ഒരല്പം കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ചില ആളുകൾ ജീവിച്ചിരുന്നത് കൊച്ചി മഹാരാജ്യത്തിലാണ്. അപ്പം അന്നൊക്കെ രാജ്യത്തിൻ്റെ പേര് ചോദിക്കുമ്പോൾ ആൾക്കാർ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ രാജ്യങ്ങളിൽ താമസിച്ചിരുന്നവരോട് രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഇന്ത്യ എന്ന് പറയും. അങ്ങനെ ഭൂമിയിലെ രാജ്യത്തിൻ്റെ പേരും രൂപവും ഭാവവും ഒക്കെ നൂറ്റാണ്ടുകൾ കൊണ്ട്, സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഒക്കെ മാറുന്ന ചരിത്രത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ റോമല്ല ഇപ്പോഴത്തെ റോം. പണ്ട് കാലത്തെ
റഷ്യയല്ല ഇപ്പോഴത്തെ റഷ്യ. ഇങ്ങനെ ചരിത്രത്തിൽ എന്ത് സംഭവം ഉണ്ടാകും, ഏത് രീതിയിലുള്ള വ്യത്യാസം വരും, ഭൂമിശാസ്ത്രപരമായ എന്ത് വ്യത്യാസം നമുക്കൊന്നും അറിയില്ല. എന്നാൽ വ്യത്യാസം വരാത്തതും എന്നും നിലനിൽക്കുന്നതും ആയിട്ടുള്ളൊരു രാജ്യമുണ്ട്, ദൈവരാജ്യം. ദൈവം ഭരിക്കുന്ന രാജ്യമാണ്. ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാകുന്ന ഒരു രാജ്യമാണ്. അവിടെ ജീവിക്കുന്ന സകലർക്കും കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത, കാതുകൾ കേട്ടിട്ടില്ലാത്ത ആനന്ദം പകരുന്ന അനുഭവമാണ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഈശോ പറയുന്നത്, നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ ഭാഗമാകുവാൻ സാധിക്കും. ദൈവരാജ്യം സമീപിച്ചു കഴിഞ്ഞു, മാനസാന്തരപ്പെടുക, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ഈ ദൈവരാജ്യം എന്ന കൺസെപ്റ്റിൽ നമ്മൾ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം, ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കറിയാവുന്നൊരു ചരിത്ര സംഭവമാണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുവാനായി ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് പരിശ്രമിച്ചപ്പോൾ ആ രാജ്യത്തിലെ പൗരന്മാർ ആരും തന്നെ അതിനെ സമ്മതിച്ചില്ല. മാത്രമല്ല, നമ്മൾ അനേകം നാട്ടുരാജ്യങ്ങൾ ഇതുപോലൊക്കെ പരിശ്രമിച്ച സമയത്ത്, ഒറ്റയ്ക്ക് നിൽക്കുവാൻ നോക്കിയ സമയത്ത്, അതിലെ രാജാക്കന്മാരൊക്കെ അങ്ങനെ പരിശ്രമിച്ചൊരു സമയത്ത് അതിലെ ജനങ്ങൾ അനുവദിക്കാതെ ആ ബൃഹത്തായ വലിയ ഭാരതമെന്ന ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്നൊക്കെ പറയുന്ന വലിയ രാഷ്ട്ര നേതാക്കന്മാരുടെ വലിയ വൈഭവം കൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടായി വന്നതും എല്ലാ സ്റ്റേറ്റ്സും ഒരുമിച്ചതുമൊക്കെ നമുക്കറിയാവുന്ന ചരിത്രമാണ്. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മളുടെ പൂർവികരോട് ചോദിക്കുകയാണ് നമ്മളെങ്കിൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു സമരം നടത്തിയത്, എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും, നിങ്ങൾ ഇപ്പോൾ നോക്കുക, ഒരു കുഞ്ഞു നാട്ടുരാജ്യമായിട്ടാണ് നമ്മൾ നിലനിന്നിരുന്നതെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ആ ഒരു വലിയ രാജ്യത്തിൻ്റെ നന്മകളെല്ലാം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. ഇന്ത്യയുടെ വലിയ സൈന്യം നമുക്ക് സംരക്ഷണം നൽകുന്നു. ഇന്ത്യയുടെ വലിയ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അത് നമ്മുടെ രാജ്യത്തിലും കിട്ടുന്നു. ഇന്ത്യയിലെ എല്ലാ തൊഴിലവസരങ്ങളും നമ്മുടെ രാജ്യത്തിലും കടന്നു വരുന്നു. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം നന്മകളും നമ്മുടെ രാജ്യത്തിലേക്ക് കടന്നു വരാൻ കാരണമായത് നമ്മുടെ കുഞ്ഞു രാജ്യം, നാട്ടുരാജ്യം ഇന്ത്യയുടെ ഭാഗമായി മാറുവാൻ നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ഈ ലോക രാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി നമ്മൾ ഭരിക്കുന്ന ഒരു ജീവിതമാകുന്ന ഒരു രാജ്യമുണ്ട്. അത് ഈ ലോകത്തിലെ ഈ ഭൗമികമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് കാണുന്ന രാജ്യം പോലല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ചുറ്റുവട്ടമുണ്ട്. എൻ്റെ ഭരണപരിധിയിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം, എൻ്റെ ജീവിതത്തിന് പോകാവുന്ന അതിരുകളുള്ള ഒരു സ്ഥലം, അവിടെയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല. അങ്ങനെ എനിക്ക് പോകുവാൻ പരിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിതമാകുന്ന ഒരു സാമ്രാജ്യമുണ്ട്. ഈ ജീവിത സാമ്രാജ്യത്തിൻ്റെ ചുറ്റളവിൽ ഞാനിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോകാവുന്ന ഇത്ര ദൂരമുണ്ടാകും, എനിക്ക് എത്തിപ്പെടാവുന്ന ഇത്ര ഉയരമുണ്ടാകും, എനിക്ക് പരിചയപ്പെടാവുന്ന ഇത്ര ആളുകളുണ്ടാകും. ഈ ഒരു സാമ്രാജ്യത്തിൽ, എൻ്റെ ജീവിതം എന്ന സാമ്രാജ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ജീവിതം എൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന കാഴ്ച ഞാൻ കാണുകയാണ്. ഞാൻ അമേരിക്കയിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിലെ പൗരനായിക്കൊള്ളട്ടെ, അതൊന്നും ഒരു വിഷയമില്ല. എല്ലായിടത്തും ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ ജീവിത സാമ്രാജ്യം, ആ വ്യക്തിയുടെ മേലുള്ള തിന്മയുടെ സ്വാധീനത്തിൽ പലപ്പോഴും ആടി ഉലയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് ദൈവരാജ്യത്തിലേക്ക് മാറുകയാണ്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഒരു കുഞ്ഞു നാട്ടുരാജ്യം
ഇന്ത്യയിലേക്ക് ചേരുന്നത് പോലെ ഇന്നലെ വരെ 10 പടയാളികളും 1 പടത്തലവനും 5 വാളുമുണ്ടായിരുന്ന നാട്ടുരാജാവിന് ആ നാട്ടുരാജ്യത്തിലെ പ്രജകൾക്ക് ഇന്ന് കിട്ടുന്ന സംരക്ഷണം ഈ ലോകത്തിലെ തന്നെ വളരെ മികച്ച ഒരു മിലിറ്ററിയുടെ സംരക്ഷണമാണ്. അതുപോലെ എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ എന്നെ സംരക്ഷിക്കുവാനുള്ള ആയുധങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ തകരുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞു ജീവിതമാകുന്ന സാമ്രാജ്യത്തിന് പക്ഷേ ഒരു ശത്രുവുണ്ട്. അത് അദൃശ്യ ശത്രുവാണ്. അവൻ്റെ പേര് പിശാചെന്നാണ്. ആ അദൃശ്യ ശക്തിയുടെ ആക്രമണത്തിൽ പലപ്പോഴും ബന്ധനത്തിലും അടിമത്തത്തിലുമാണ് ഞാൻ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് അവനെതിരെ പോരാടുവാനുള്ള ആയുധങ്ങൾ എന്നിൽ തന്നെ ഇല്ല എന്നിരിക്കവെയാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, യേശു നൽകിയ യോഗ്യതയാൽ ദൈവരാജ്യത്തിൽ അംഗമാവുന്നത്. പ്രിയമുള്ളവരെ, ഉടൻ തന്നെ എൻ്റെ പോരാട്ടം മാറുകയാണ്. എൻ്റെ പോരാട്ടം മേഖലകൾ മാറുകയാണ്. യേശു തന്നെ വ്യക്തമായി പീലാത്തോസിനോട് പറഞ്ഞൊരു വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ 18:36. എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. യേശു പറയുകയാണ്, യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രാജ്യത്തിൽ ആത്മീയ മണ്ഡലത്തിലാണ് പോരാട്ടം. നമ്മളുടെ വ്യക്തിജീവിതമാകുന്ന ആ സാമ്രാജ്യത്തിൽ ആത്മീയ മണ്ഡലത്തിലാണ് നമ്മളോട് പിശാച് പോരാടുന്നത്. ഈ ആത്മീയ മണ്ഡലത്തിലെ പോരാട്ടത്തിൽ കർത്താവ് പറയുന്നതനുസരിച്ച് ദൈവരാജ്യത്തിൽ ദൂതന്മാർ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയമുള്ളവർ, അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ദൈവരാജ്യത്തിൽ നമുക്ക് പോരാടുവാനുള്ള, ദൈവരാജ്യത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള പ്രത്യേകതകൾ, ശക്തി വളരെ കൂടുതലാണ്. അതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ഒരിക്കലൊരു മനുഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, വിഷമങ്ങളെക്കുറിച്ച് പരാതി പറയുകയാണ്. ഈ കയ്പും ഈ കണ്ണുനീരും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താങ്ങാനാവുന്നില്ല. ഇത്രത്തോളം കണ്ണുനീര് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഈ ഗുരു ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, നീ 1 പിടി ഉപ്പെടുക്കാൻ പറഞ്ഞു. ഈ 1 പിടി ഉപ്പെടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടൊരു ഗ്ലാസ്സിലിടിച്ചു, ഗ്ലാസ്സിലെ വെള്ളത്തിലിടിച്ചു. എന്നിട്ട് വെള്ളത്തിൽ കലക്കി ലയിപ്പിച്ചിട്ട് പറഞ്ഞു അത് കുടിക്കാൻ പറഞ്ഞു. കുടിച്ചപ്പോൾ അതികഠിനമായ, അസ്വസ്ഥതയുള്ള രുചിയാണ്, അരുചി. അദ്ദേഹം ഇങ്ങനെ മുഖം വെട്ടിച്ചു, ചോദിച്ചു എങ്ങനെയുണ്ട്? പറഞ്ഞ അരുചിയാണ്, ഇത് ശരിയല്ല, ഭയങ്കരമായിരിക്കുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ അത്രയും അളവ് ഉപ്പ് കയ്യിലെടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു. എന്നിട്ട് ഗുരു അദ്ദേഹത്തെ ഒരു തടാകത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ തടാകത്തിലെ വെള്ളത്തിലോട്ട് ഈ ഉപ്പിടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തടാകത്തിൻ്റെ വെള്ളത്തിലോട്ട് ഉപ്പിട്ടു. ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ കലക്കിയിട്ട് പറഞ്ഞു, ഒരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞു. തടാകത്തിലെ വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഉപ്പ് എവിടെയോ പോയി. ഗുരു പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ എവിടെയായിരുന്നാലും, ആത്മീയനായിരുന്നാലും അല്ലായിരുന്നാലും, അവൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ദുഃഖങ്ങളൊക്കെ പലപ്പോഴും മാറ്റമില്ലാത്തതാണ്. ആത്മീയനാകുമ്പോൾ ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും, ചിലപ്പോൾ അതിൻ്റെ ശക്തി കുറയും. പക്ഷേ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കഷ്ടതകളുടെയൊക്കെ കണക്ക് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഈ കണക്ക് ഏത് തരത്തിലുള്ള തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കുന്നു, അത് സ്വീകരിക്കാനായി നമുക്ക് എത്രമാത്രം വ്യാപ്തിയുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും അത് നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ അളവ്. ഗുരു അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ കയ്പിനെ ഒരു കയ്പല്ലാതാക്കി മാറ്റണമെങ്കിൽ ആ കയ്പിനെ എടുത്തു മാറ്റാൻ നിനക്ക് പറ്റില്ല. പകരം നീ നിന്നെ തന്നെ വലുതാക്കുക, നിന്റെ സാമ്രാജ്യത്തെ വലുതാക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവരാജ്യത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. യേശുവിൻ്റെ രാജ്യത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിലെ കയ്പ് കൊണ്ട് നമ്മൾ നിറയുമ്പോൾ അത് വളരെ അരുചിയായിട്ട് നമുക്ക് അനുഭവപ്പെടുമെങ്കിൽ, നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ദൈവരാജ്യത്തിനകത്തേക്കാണ് സ്വാംശീകരിക്കപ്പെടുന്നത്. അതിനെ പരിഹരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതും അതിനെ പരിഹരിക്കുവാൻ വേണ്ടി ഓടിയെത്തുന്നതും നമ്മുടെ ജീവിതത്തിലുള്ള ഘടകങ്ങളല്ല, പിന്നെയോ ദൈവരാജ്യത്തിലെ ഘടകങ്ങളാണ്. നമുക്കതിനെതിരെ, അതിനെ പരിഹരിക്കുവാനും അതിനെതിരെ യുദ്ധം ചെയ്യുവാനും സ്വന്തമായിട്ട് കടന്നു വരുന്നത് ദൈവരാജ്യത്തിലെ ആയുധങ്ങളാണ്. ഒരാളൊരു കടലിലൂടെ ഒരു ബോട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അയാൾക്ക് വളരെ ഭയം നേരിടാനുള്ള സാധ്യതയുണ്ട്. കടലിലെ തിരമാലകൾ ഈ ബോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ ബോട്ട് മറിയും. എന്നാൽ ഒരു വലിയ കപ്പലിലേക്ക് അയാളുടെ യാത്ര മാറ്റിയാൽ അയാൾക്ക് അത്രത്തോളം ഭയപ്പെടാനില്ല. കാരണം കപ്പലിനെ ബോട്ടിനോടെന്നതുപോലെ കപ്പലിനെ സ്വാധീനിക്കുവാൻ കടലിലെ തിരമാലകൾ സാധിക്കാറില്ല, അഥവാ കടലിലെ തിരമാലകൾ അങ്ങനെ ചെയ്യാറില്ല. കപ്പലിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അതിനകത്തിരിക്കുന്ന ആളുടെ സുരക്ഷിതത്വം കൂടുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ തെരുവിൽ നിന്ന് ആളുകളെ വെല്ലുവിളിക്കുകയാണ്, എന്നെ തല്ലാൻ ആരുണ്ടടാ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം ഒരു വല്ലാത്ത വേഷമൊക്കെയാണ്, മുണ്ടൊക്കെ മടക്കി കയറ്റി കൊടുത്ത് വലിയ ഉച്ചത്തിൽ മീശയൊക്കെ പിരിച്ച് ചോദിക്കുകയാണ്, എന്നെ തല്ലാൻ ആരുണ്ടടാ. അപ്പോൾ ആളുകളൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കി, അധികം ആർക്ക് ധൈര്യമൊന്നുമില്ല, ഇനി ഇദ്ദേഹം എന്തെങ്കിലും ചെയ്താലോ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരു ചേട്ടൻ ഇറങ്ങി വന്നു. ഇത്തിരി അദ്ദേഹത്തോളം വലിപ്പമൊന്നുമില്ല, ഒരു ശോഷിപ്പുള്ള ചേട്ടനാണ്, പക്ഷേ വളരെ ധൈര്യശാലിയെ പോലെ ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാനുണ്ടടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഇത്തിരി മനക്കട്ടിയൊക്കെ കൂടുതലാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് നേരത്തെ ആദ്യം വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന ആള് ഈ ഞാനുണ്ടടാ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ തോളത്ത് കൈയിട്ടിട്ട് ആൾക്കാരോട് ചോദിച്ചു, ഞങ്ങളെ തല്ലാൻ ആരുണ്ടടാ. പ്രിയമുള്ളവരെ, രസകരമായ ഒരു ഉദാഹരണമാണെങ്കിലും മനുഷ്യബുദ്ധിയിലെ വളരെ കൃത്യമായൊരു ലോജിക്കാണ്. നമ്മളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന ഒരു വലിയ കൂട്ടത്തിലേക്ക് മാറി നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സംരക്ഷണം നൽകുവാനായി ദൈവം ലോകത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സംവിധാനമാണ് ദൈവരാജ്യം. യേശുവിലുള്ള വിശ്വാസം വഴി, സഭയോട് ചേരുന്നത് വഴി, കൂദാശകളുടെ സ്വീകരണം വഴി, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പാരായണം വഴി, വിശുദ്ധരുടെ ജീവിതവുമായി അടുക്കുന്നത് വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണ്. സഭയുടെ ശ്ലൈഹികമായ പാരമ്പര്യത്തിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശക്തമായ തണലിലേക്ക് മാറുന്നൊരവസ്ഥയാണ് ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. കർത്താവിൻ്റെ വചനം ഈ സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. പ്രിയമുള്ളവരെ, ഈ വചനം റോമ 5:17 ഒരു വാഴ്ചയുടെ കാര്യമാണ് പറയുന്നത്. ജീവനിൽ വാഴും. ആരാണ്? കൃപയുടെയും നീതിയുടെ ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ. കൂദാശകളിലൂടെയും തിരുവചനത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ തണലിലും കർത്താവിൻ്റെ വിശ്വാസമുള്ള പ്രാർത്ഥനാ രീതികളിലും എല്ലാം ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധരോടൊപ്പം ഈ വലിയ സഭയുടെ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ കൂട്ടായ്മയിൽ, ദൈവം ഭരണം നടത്തുന്ന സംവിധാനത്തിൻ്റെ കൂട്ടായ്മയ്ക്കുള്ളിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ജീവൻ, നമ്മളുടെ വ്യക്തിപരമായ ജീവൻ്റെ സാമ്രാജ്യം, നമ്മളുടെ ജീവനിൽ നമുക്ക് വാഴ്ച ലഭിക്കുകയാണെന്നാണ്. ഇന്നേ വരെ നമ്മുടെ ജീവനിൽ നമുക്ക് വാഴ്ച ലഭിക്കുന്നില്ല. കാരണം പാപം ആധിപത്യം നടത്തുകയാണ്, മരണം ആധിപത്യം നടത്തുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത്, മരണമെന്നൊരു വിശപ്പല്ല ഇവിടെ. കാരണം മരണത്തിൻ്റെ ആധിപത്യം ദൈവരാജ്യത്തിലേക്ക് കയറുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇല്ലാതാവുകയും അയാൾ ജീവനിൽ വാഴുന്നൊരു രാജാവായി മാറുകയാണ്. നമുക്ക് കാണാം 1 പത്രോസ് 2:9 എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഇതാണ് ദൈവരാജ്യത്തിനകത്ത് വരുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം. എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട വംശമായി മാറും, രാജകീയ രാജ്യത്വം കിട്ടും, യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ നമുക്ക് പങ്കാളിത്തം കിട്ടും, നമ്മളെ വിശുദ്ധ ജനതയാക്കി കർത്താവ് മാറ്റും. എന്നിട്ട് നമ്മളെ കർത്താവിനെ പ്രകീർത്തിക്കുന്ന ഒരു വലിയ സമൂഹമാക്കി മാറ്റുന്ന ആ വലിയ ദൈവജനമെന്ന അനുഭവത്തിൻ്റെ ഭാഗമാകുന്ന അവസ്ഥയാണ് പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പിന്നീട് ഒരിക്കലും
ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയില്ല. ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്തുള്ള സന്തോഷവും സമാധാനവും നമ്മളെ വളരെയധികം അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, ഈ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് യേശു എല്ലായിടത്തും പറയുകയാണ്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് സ്വന്തം ഭവനമോ സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ ഇങ്ങനെ എന്തെങ്കിലും നീ അപേക്ഷിക്കുകയാണെങ്കിൽ, വയലുകളോ എന്തെങ്കിലും നീ അപേക്ഷിക്കുകയാണെങ്കിൽ അതിനെല്ലാം നിനക്ക് പ്രതിഫലമാണ്, നിന്നെ ചേർത്തണയ്ക്കുന്ന പ്രതിഫലമാണ്. ഇങ്ങനെ ദൈവരാജ്യത്തിനകത്തായിരിക്കുന്ന ഒരാൾക്ക് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഭൂമിയിൽ പ്രവർത്തിക്കാതിരിക്കാനാവില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ജീവിക്കുന്ന ഒരനുഭവമാണ് ദൈവരാജ്യാനുഭവം. അപ്പം നമുക്ക് ഈ ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കത്തുള്ളൂ. ഇടവകയിൽ ജീവിക്കുന്നവരാകട്ടെ, കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലാകട്ടെ, ധ്യാന കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, പ്രവർത്തിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാകരുത് നമ്മുടെ പ്രചോദനം. പിന്നെയോ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതി ആയിരിക്കണം. ചെറിയൊരു കാര്യമായിരിക്കും, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നതായിരിക്കാം, എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് പിടിച്ച് മാറ്റി വയ്ക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് എടുത്ത് മാറ്റി വയ്ക്കുന്നതായിരിക്കാം, ഒരു കർട്ടൻ ഇടുന്നതായിരിക്കാം, ഒരു മേശ തുടയ്ക്കുന്നതായിരിക്കാം. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി യേശു പറയാൻ, ദൈവരാജ്യത്തെ പ്രതി ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അങ്ങനെ ഒരു രാജ്യമുണ്ട്, ദൈവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യം. ആ രാജ്യത്തിലെ അംഗമാകുമ്പോഴാണ് ഈ എല്ലാ ഗുണങ്ങളും എല്ലാ നന്മയും നമുക്ക് ലഭിക്കുക. പ്രിയമുള്ളവരെ, 2 തെസ്സലോനിക്ക 1:5 പൗലോസ് പറയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിതെല്ലാം. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സകല കഷ്ടപ്പാടുകൾ, അതിനുവേണ്ടി അനുഭവിക്കുന്ന സകല ത്യാഗങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ജീവിതവും എല്ലാം തന്നെ കർത്താവ് ഒരു കാര്യത്തിനുള്ള തെളിവായിട്ടാണ് വെച്ചേക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിന് അർഹരായിത്തീരുന്നു എന്നുള്ളതിന് തെളിവായിട്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്നവരായി മാറാം. അതിൻ്റെ ഒരു തെളിവ് എന്താണ്? നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും. അതുകൊണ്ട് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ദൈവരാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നൊരു ജീവിതം, ഒരു പാത്രം വെള്ളമാണെങ്കിലും ഒരു ചെറിയ മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെ മുൻപിൽ കണ്ടുകൊണ്ട് ഒരു ചെറിയ മനുഷ്യരുടെ മുമ്പിൽ വളരെ വിലകെട്ടതായി തോന്നുന്ന ഒരു ചെറിയ ശുശ്രൂഷയാണെങ്കിലും വളരെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാക്കി എന്നെ മാറ്റി ഞാൻ ദൈവരാജ്യത്തിന് അർഹനാണെന്നുള്ളതിൻ്റെ അടയാളമാക്കി എൻ്റെ ജീവിതത്തിൽ മുദ്രിതമാക്കണമേ. കർത്താവേ, എൻ്റെ മനസ്സിൽ നിന്ന് ഒരു നിമിഷം പോലും ദൈവരാജ്യമെന്ന സങ്കല്പം മാറിപ്പോകാതിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അതിനെ ദൃഢമാക്കി തരികയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.